നമസ്കാരം. പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്ന തിരക്കിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പറഞ്ഞു വരുന്നത് അമേരിക്കൻ കോൺഗ്രസിന്റെ, അതായത് അധോമണ്ഡലമായ ജനപ്രതിനിധി സഭയും ഉപരിമണ്ഡലമായ സെനറ്റും ചേർന്ന അമേരിക്കയുടെ പാർലമെന്റായ കോൺഗ്രസിലെ സംയുക്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ ഈ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗം എന്ന രീതിയിൽ പുതിയതായി ചുമതല ഏറ്റെടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പ്രസംഗമുണ്ട്. ഒരുതരം നയപ്രഖ്യാപന പ്രസംഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം അത് അവസാനിച്ചു. ഏതാനും മണിക്കൂറുകളായിട്ടുള്ളത് അവസാനിച്ചതിന് ശേഷം അതേക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ഈ ഒരു സംഭാഷണത്തിന്റെ ഇതിവൃത്തം. അപ്പൊ ഇതിൽ അമേരിക്കയുടെ ഭാവിയെക്കുറിച്ചും അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചും, അത് മാത്രമല്ല നാളിതുവരെ, അതായത് പ്രസിഡന്റ് പദത്തിൽ എത്തിയതിന്, രണ്ടാം ഊഴത്തിൽ എത്തിയതിന്റെ 43 ദിവസം, 1 മാസത്തോളമായി, അതിനുള്ളിൽ അമേരിക്ക ലക്ഷ്യം വെച്ച ടാർഗറ്റുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആദ്യത്തെ ഒരു പ്രോഗ്രസ് കാർഡാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ, ഒരു കുട്ടി ഒരു കോഴ്സിന് ചേർന്നതിന് ശേഷം പരീക്ഷ നടക്കുമ്പോൾ, ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ ആദ്യ ടെസ്റ്റിന്റെ ഒരു റിസൾട്ട് എന്ന രീതിയിൽ ഉള്ള അവലോകനമാണ്. ട്രംപ് പറയുന്നു, അമേരിക്ക ഈസ് ബാക്ക് വിത്ത് എ ബാങ്. അമേരിക്ക ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. എന്റെ മുൻഗാമികൾക്ക് 4 വർഷം ഇരുന്നവർക്ക്, അല്ലെങ്കിൽ 8 വർഷം അടുപ്പിച്ചിരുന്നവർക്ക് അത്രയും വർഷം കൊണ്ട് നടത്താനാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കേവലം 43 ദിവസത്തിനുള്ളിൽ നിർവഹിച്ചു കഴിഞ്ഞു. എന്നെ നിങ്ങൾ അംഗീകരിക്കൂ. അപ്പം വലിയ കരഘോഷമാണ്. റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ജനപ്രതിനിധി സഭയിലെ അംഗങ്ങളും വലിയ കരഘോഷത്തോടു കൂടിയാണ് ട്രംപിന്റെ പ്രസംഗങ്ങളെ സ്വീകരിക്കുന്നത്. അതേസമയത്ത് തന്നെ അതിശക്തമായ പ്രതിരോധമുണ്ടായി ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് നിന്ന്. ട്രംപിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. ട്രംപിന് കഴിഞ്ഞ ഊഴത്തിൽ, ആദ്യ ഊഴത്തിൽ 2016 മുതൽ 20 വരെയുള്ള ഊഴത്തിൽ ഇല്ലാതിരുന്ന ഒരു പിൻബലം ഇപ്പോഴുണ്ട്. സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും നിർണായകമായ മേൽക്കൈ ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുണ്ട്. അത് മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മേൽ മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നിയന്ത്രണം ട്രംപ് എന്ന വ്യക്തിക്കുണ്ട്. കാരണം പാർട്ടിയുടെ ഘടനയ്ക്കും പുറത്തു നിന്ന് വെട്ടിക്കേറി പാർട്ടിക്കാരനായി മാറി പാർട്ടിയുടെ നോമിനേഷൻ ലഭിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. അന്ന് അദ്ദേഹം ഒരു പുതുമുഖമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഒരു പാർട്ടി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രകടമായ മുഖമായി ട്രംപ് മാറുന്ന ഒരു കാഴ്ചയും കാണുന്നു. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ സാമാജികരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള ഡീപ്പ് ഫിഷർ ആൻഡ് ഡിവൈഡ് സാധാരണ നയങ്ങളുടെ കാര്യത്തിൽ അത്ര വലിയ വൈജാത്യം അമേരിക്കയിൽ സംഭവിക്കുന്നതല്ല. ഇപ്രാവശ്യം തന്റെ മുൻഗാമിയായ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ ജോ ബൈഡന്റെയും അതിനും മുൻഗാമികളായ ക്ലിന്റൺ, ഒബാമ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഇവരെല്ലാം ഡെമോക്രാറ്റുകളാണ്. അവരുടെ എല്ലാം ബൈഡൻ, ഇവരുടെ എല്ലാം നയങ്ങളെ കഠിനമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ട്രംപിന്റെ പ്രസംഗത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട ടേക്ക് അവേ എന്ന് പറയുന്നത്, ഒന്ന്, തന്നിൽ അർപ്പിച്ച മാൻഡേറ്റ് താൻ വളരെ സമയം ചെലവഴിക്കാതെ, സമയം കളയാതെ ഉടനടി നിർവഹിച്ചു. ഒന്ന്, ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. അതിനായി ഡോഡ്ജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച് അതിന്റെ തലപ്പത്തെ തന്റെ ഇഷ്ടക്കാരനായ സാക്ഷാൽ ഇലോൺ മസ്കിനെ, ടെക്നോക്രാറ്റ് കൂടിയായ ബിസിനസ്സുകാരനായ ഇലോൺ മസ്കിനെ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. അപ്പൊ അദ്ദേഹം ഗാലറിയിൽ നിന്നുകൊണ്ട് ഇലോൺ മസ്ക് കൈവീച്ച് കാണിക്കുന്നു. ചിലരൊക്കെ അത് ജിയർ ചെയ്യുന്നുണ്ട്. ട്രംപ് ഇദ്ദേഹത്തിനെതിരെയും അവിടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഇലോൺ മസ്കിനെതിരെയും ഒരു ലോബി അമേരിക്കൻ കോൺഗ്രസിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. മറ്റ് ബിസിനസ്സുകാർ പൂർണ്ണമായി സംതൃപ്തരല്ല. ഇലോൺ മസ്കിന് ഇപ്പോൾ കിട്ടുന്ന പ്രാധാന്യത്തിൽ സംതൃപ്തരല്ല. അതുകൊണ്ട് ഇതൊരു, വേണമെങ്കിൽ പറയാം, ഇലോൺ മസ്ക് ഒരു വിവാദ നായകനായിട്ട് കൂടിയാണ് അവിടെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത്. ട്രംപിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ സിസ്റ്റത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ട് എന്ന് അവകാശപ്പെടാനും ആവില്ല. അതൊരു കാര്യം. പക്ഷേ ടാരിഫിന്റെ കാര്യത്തിൽ കർശനമായ നിലപാടുകൾ എടുക്കും എന്നല്ല, എടുത്തു തുടങ്ങിയതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ട്രംപ് കൊണ്ടുവന്നത്. മാർച്ച് മാസം 4-ാം തീയതി നിർണായകമായ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അത് നിലവിൽ വന്നിരിക്കുകയാണ്. കാനഡയ്ക്കെതിരെ 25% നികുതി ചുമത്തും എന്ന പ്രഖ്യാപനം, മെക്സിക്കോയ്ക്കെതിരെ 25%, ചൈനയ്ക്കെതിരെ 10% മുൻപ് ചുമത്തിയിരുന്നത് 20% ഡബിളായി മാറ്റും എന്ന മുൻ പ്രഖ്യാപനം നിലവിൽ വന്നിരിക്കുന്നു, നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഏപ്രിൽ 2-ാം തീയതി, ഒരു മാസം കൂടെ കഴിഞ്ഞ് ഏപ്രിൽ 2-ാം തീയതി ബാക്കിയുള്ള രാജ്യങ്ങൾക്കെതിരെ, ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ റിറ്റാലിയേറ്ററി, വേണമെങ്കിൽ പറയാം റെസിപ്രോക്കൽ, പകരത്തിന് പകരം
അത് തിരിച്ചടി എന്ന അർത്ഥത്തിലാണെങ്കിൽ റിറ്റാലിയേറ്ററി ടാരിഫ്, ഇതിന് പകരത്തിന് പകരം എന്ന സിമ്പിൾ അർത്ഥത്തിലാണെങ്കിൽ റെസിപ്രോക്കൽ, അങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊരു പാലമിട്ടാൽ ഇങ്ങോട്ടും എന്ന അർത്ഥത്തിൽ ടാരിഫുകൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നത്. ഇന്ത്യയെ ഈ ടാരിഫ് യുദ്ധത്തിൽ നിന്നും ഒഴിവാക്കി തരും എന്ന വളരെ വലിയ പ്രതീക്ഷ അത് ഏതാണ്ട് അസ്ഥാനത്താകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ പേര് എടുത്തു പറയുന്നു. ഓട്ടോ ടാരിഫുകൾ 100% ട്രംപിന്റെ മനസ്സിലിരിക്കുന്നത് ഒരു പക്ഷേ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കണം. 100% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന രാജ്യം എന്ന നിലയിൽ ഓട്ടോ മേഖല പ്രത്യേകിച്ച്, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അല്ല കേട്ടോ. അതുകൊണ്ട് അതുപോലെ തന്നെ ടാരിഫ് ചുമത്തും, യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട എന്ന് താക്കീത് ചൈനയുടെയും ഇന്ത്യയുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഒരു പരിധിവരെ ചൈനയും ഇന്ത്യയും ഇക്കാര്യത്തിൽ ടാരിഫ് യുദ്ധകാര്യത്തിൽ ബ്രാക്കറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്. അതുകൊണ്ട് ചൈന അതിനോട് പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു. റിറ്റാലിയേറ്ററി ടാരിഫ് ഉണ്ടാകും എന്ന് പ്രതികരിച്ചു. കാരണം ലോക വ്യാപാരത്തിന്റെ 24%-24% അമേരിക്കയുടെയാണ്, ഒരു 17% ചൈനയുടെയാണ്. അങ്ങനെ ചൈനയും അമേരിക്കയും ചേരുമ്പോൾ ലോക വ്യാപാരത്തിന്റെ മൊത്തം അന്താരാഷ്ട്ര ആഗോള വ്യാപാരത്തിന്റെ പകുതിയോളം നടക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ ഇത് തമ്മിലുള്ള യുദ്ധം കണ്ട് ആളുകൾ വിപണികൾ അമ്പരം നിൽക്കുകയാണ്. ഓഹരി വിപണികൾ, ലോകത്തെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ വലിയ തളർച്ചയാണ്. കഴിഞ്ഞ ദിവസം ചൈനീസ് ഓഹരി വിപണി മാത്രം കുറച്ച് പോസിറ്റീവായി പ്രതികരിച്ചു എന്നത് മറക്കുന്നതുമില്ല. അമേരിക്കൻ ഉൾപ്പെടെയുള്ള ഓഹരി വിപണികളിൽ ഇതിന്റെ സമ്മർദ്ദമുണ്ട്. ആളുകൾ ഡോളറിലേക്കും മറ്റ് ട്രഷറി ബോണ്ടുകളിലേക്കുമുള്ള നിക്ഷേപം മാറ്റുന്ന തിരക്കിലാണ് ഓഹരി വിപണി. ഇന്ത്യയിലെ ഓഹരി വിപണി പോലും കഴിഞ്ഞ 3-4 മാസമായി പിന്നോട്ടാണ്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പെട്ടെന്നൊരു ഉണർവുണ്ടായി എങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തീരുമാനങ്ങൾ വന്നപ്പോൾ കൂപ്പുകുത്തുന്ന കാഴ്ച. 70,000-ഓളം താഴുകയാണ്. 85,000-ൽ നിന്നും 72,000-ലേക്കൊക്കെ താഴുകയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഓൾ ടൈം ലോയിലെത്തി നിൽക്കുന്ന സമീപകാലത്തെ. ഇങ്ങനെ വരുമ്പോൾ ട്രംപിന്റെ പ്രസംഗത്തിലെ ഇതിവൃത്തം കുറച്ചു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ട്രംപ് അടുത്ത ഘട്ടത്തിലേക്ക് ഇതുകൊണ്ട് നിർത്തുന്നില്ല. ടാരിഫിന്റെ കാര്യത്തിൽ ട്രംപ് നിർത്തുന്നില്ല. ട്രംപ് പറയുന്നു, ഞങ്ങൾ അമേരിക്കയുടെ പദ്ധതികൾ, താൻ പ്രഖ്യാപിച്ച പദ്ധതികൾ, ഒന്ന് പാനമ കനാൽ ഏറ്റെടുക്കും എന്ന പദ്ധതി, അത് നടപ്പാക്കാൻ തന്നെയുള്ള തീരുമാനം കഠിനമായി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന കാര്യമാണ്. എങ്ങനെയെന്ന് കൃത്യമായി പറയുന്നില്ല, ഒരു ടൈം ഫ്രെയിമും പറയുന്നില്ല. അതേസമയം ഗ്രീൻലൻഡിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആധികാരികമായ കാര്യങ്ങൾ പറയുന്നു. അത് മാത്രമല്ല കാനഡയുടെ വടക്കുള്ള അമേരിക്കയുടെ തന്നെ പ്രദേശമായ അലാസ്കയിലെ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നു. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് സമസ്ത മേഖലകളിലും മാറ്റം വരുത്താനുള്ള ഒരു തീരുമാനം. അതുപോലെ ജെൻഡർ ബാലൻസ് എന്നത്, മൂന്നാമത്തെ ജെൻഡർ, ട്രാൻസ്ജെൻഡർ, ഇതര ലിംഗങ്ങൾ, ഭിന്നലിംഗങ്ങൾ അംഗീകരിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ നയങ്ങളുടെയും പിന്നിൽ 2 ജെൻഡർ, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുരൂപമായ രീതിയിൽ മാത്രം. അപ്പൊ എല്ലാ രീതിയിലും, അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചുള്ള നിലപാടുകളിലും റഷ്യ ഉക്രൈൻ വിഷയത്തിലെ നിലപാടുകളെ കുറിച്ചും എല്ലാം തന്നെ ട്രംപ് കരുതിക്കൂട്ടി പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല ഒരു ഷിപ്പ് ബിൽഡിംഗ് സെന്ററായി അമേരിക്കയെ ഉയർത്തും. അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ പലപ്പോഴും മധ്യപൂർവ്വ പ്രദേശത്തെ പല രാജ്യങ്ങളിലും മറ്റ് ഇടങ്ങളിലുമാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെയാണ് ഷിപ്പ് ബിൽഡിംഗ്, അറബ് മേഖലയിലും ഒക്കെയാണ് ഷിപ്പ് ബിൽഡിംഗ് സെന്റേഴ്സ്. അങ്ങനെയല്ല, ലോക വ്യാപാരം, കടലിലൂടെ നടക്കേണ്ട ലോക വ്യാപാരത്തിന്റെ യാനങ്ങൾ, വെസൽസ് ഉണ്ടാക്കുന്ന പ്രധാന ഇടമായി അമേരിക്ക വരികയാണ്. അത് മാത്രമല്ല അമേരിക്കയിലെ കാർഷിക രംഗത്തെക്കുറിച്ച് കൃത്യമായി ട്രംപ് പറയുന്നു, ഇവിടുത്തെ കർഷകരെ ഞാൻ സംരക്ഷിച്ചിരിക്കും. ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വലിയ തോതിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകളെ മാത്രമല്ല കർഷകരെ അതുപോലെ ചേർത്ത് പിടിക്കുന്നത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടാകണം. വിദേശത്ത് നിന്ന് വില കുറഞ്ഞ, ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ ചൈന, ഇന്ത്യ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ അത് അമേരിക്കൻ വിപണികളെ മലീമസമാക്കുന്നു. ഇവിടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകർക്കുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് സ്കീമുകൾ പ്രഖ്യാപിക്കുകയാണ് ട്രംപ്. മാത്രമല്ല 2-3 മെറ്റൽസിന്റെ കാര്യം എടുത്തു പറയുന്നു. അയൺ ആൻഡ് സ്റ്റീൽ, അലൂമിനിയം, അതുപോലെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കർശനമായ ഇറക്കുമതി ഉപാധികൾ, ഏത് രാജ്യത്തു നിന്ന് ഇറക്കുമതി ചെയ്താലും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ, അമേരിക്കയിലെ ആഭ്യന്തര വ്യവസായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആവരുത്. അമേരിക്കയിൽ തൊഴിൽ ഉണ്ടാവണം, അമേരിക്കക്കാർക്ക് ന്യായമായ വേതനം ഉണ്ടാവണം. അമേരിക്കയിലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒരുപക്ഷെ കുറച്ച് ഹൈ ആകും, പക്ഷെ അത് ടെമ്പററി കാര്യമാണ്.
ഈ ഇൻഫ്ലേഷൻ, കൈവിട്ടു പോകുന്ന ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ നടപടി ഉണ്ടാകും എന്ന് വേണ്ട സമസ്ത മേഖലകളെയും ടച്ച് അപ്പോൺ ചെയ്യുന്ന അമേരിക്കയിലെ പ്രസിഡന്റിന്റെ ആദ്യ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ആദ്യ സ്പീച്ചിന്റെ വിലയിരുത്തലായി ഇതിനെ കാണാം. ഇനി വരാൻ പോകുന്ന ലോകക്രമത്തെക്കുറിച്ച് മറ്റൊരു സൂചന കൂടിയാണ് ഈ വിലയിരുത്തൽ. കാരണം കോൺഗ്രഷണൽ സപ്പോർട്ട് ഈസ് ആബ്സല്യൂട്ട്ലി നെസസറി ഫോർ ദ പ്രസിഡന്റ് ടു ക്യാരി ഔട്ട് ഹിസ് റിഫോംസ്. കോൺഗ്രസ് തിരിഞ്ഞു നിന്നാൽ, പ്രത്യേകിച്ച് സെനറ്റേഴ്സ് തിരിഞ്ഞു നിന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പല തീരുമാനങ്ങളും നടപ്പാക്കാനാവാതെ വരും. ഒരു കാര്യം കൂടെ, സുപ്രീം കോടതി, അമേരിക്കയിലെ കോടതി സംവിധാനം എക്സിക്യൂട്ടീവ് ആണല്ലോ നിയമിക്കുന്നത്. അതുകൊണ്ട് കോടതി സംവിധാനം ഉൾപ്പെടെ പ്രസിഡന്റിന്റെ ചൊൽപ്പടിയിൽ നിൽക്കത്തക്ക രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിക്കുന്ന തിരക്കിലാണ് ട്രംപ്. ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ ഒരു വ്യക്തിയുടെ ഹിതം എത്രത്തോളം വെറുക്കപ്പെട്ടയാളാണ് പലരെ സംബന്ധിച്ചിടത്തോളം ട്രംപ്, കുറെ പേരെ സംബന്ധിച്ചിടത്തോളം വീരനായകനാണ്. പക്ഷെ ട്രംപിനെ മാറ്റി നിർത്തി അമേരിക്കയുടെ ചരിത്രമെന്നല്ല, ലോക ചരിത്രത്തെ പോലും, പ്രത്യേകിച്ച് ആധുനിക ലോക ചരിത്രത്തെ വിശകലനം ചെയ്യാനാവില്ല എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പുവരുത്തുന്ന സംസാരമാണ് ട്രംപിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്.